എല്ലാവർക്കും നമസ്കാരം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഡയറക്റ്റിംഗ് എന്നുള്ള പാർട്ടാണ്. മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ പല ഫംഗ്ഷനും നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ പ്ലാനിങ്, അതുപോലെ ഓർഗനൈസിങ്, സ്റ്റാഫിങ് എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് മുന്നേ. അതിനുശേഷം വരുന്ന ഒരു പാർട്ടാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ പെർഫോമൻസ് അല്ലെങ്കിൽ ബിസിനസ് ഇൻ ആക്ഷൻ തുടങ്ങുന്നത് ഡയറക്റ്റിംഗ് എന്നാണ്. ഇവിടുന്ന് മുതലാണ് നമ്മൾ ആക്ച്വൽ ആക്ഷൻ തുടങ്ങുന്നത്. പ്ലാനിങ് ആണെങ്കിൽ നമുക്കറിയാം, എല്ലാതും പ്ലാൻ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓർഗനൈസിങ്ങിലാണെങ്കിലും ശരി, ഇത് എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വേണം എന്നൊക്കെ രീതിയിൽ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം സ്റ്റാഫിങ്ങിന് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കും. അതിനുശേഷം ആക്ച്വൽ വർക്ക് തുടങ്ങുന്ന ഏരിയ ആണ് ഡയറക്റ്റിംഗ് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നമുക്ക് നോക്കാം. Directing is an important managerial function that initiates action. Literally, it means moving into action, activating human resources towards attainment of objectives of the organization. It is concerned with the instructing, guiding, inspiring people to achieve the objective. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? ഇൻഫ്ലുവൻസിങ് എംപ്ലോയി ബിഹേവിയർ. Directing is about influencing employee behavior to achieve organizational objectives. എന്തൊക്കെയാണ്? ലീഡർഷിപ്പ്, അതുപോലെ മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് ഡയറക്റ്റിങ്ങിലുള്ളത്. അതുപോലെ തന്നെ ഇതെന്താ ചെയ്യുന്നത്? മാക്സിമൈസ് കോൺട്രിബ്യൂഷൻ. The goal is to maximize each employee's contribution to company's mission. കമ്പനിയുടെ ദൗത്യത്തിന് ഏറ്റവും കൂടുതൽ പരമാവധി എംപ്ലോയീസിനെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ. നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. തിയോ ഹെയ്മാൻ ഡെഫിനിഷൻ: ദ പ്രോസസ് ഓഫ് ആൻഡ് ഫങ്ഷൻ ഓഫ് ഗൈഡിങ്, ഇൻസ്പയറിംഗ്, ഇൻസ്ട്രക്റ്റിംഗ് ആൻഡ് ഹാർനസിംഗ് ഹ്യൂമൻ എഫേർട്സ് ടുവേർഡ്സ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷണൽ ഗോൾസിന്റെ അക്കംപ്ലിഷിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ്? ഗൈഡിങ്, ഇൻസ്പയറിംഗ്, ഇൻസ്ട്രക്റ്റിംഗ്, അതുപോലെ തന്നെ ഹാർനസിംഗ് ദ ഹ്യൂമൻ എഫേർട്ട്. ഇതിനൊക്കെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഹെയ്മാൻ emphasizes that directing involves leadership, communication, motivation and supervision to ensure employees work effectively towards objectives. അടുത്ത ആൾ ഹരോൾഡ് കൂൺസ് ആൻഡ് സിറിൽ ഒഡോണൽ. അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന പുസ്തകത്തിലുള്ളതാണ്. The interpersonal aspect of managing, by which subordinates are led to understand and contribute effectively and efficiently to attainment of enterprise objectives. ഇദ്ദേഹം പറയുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്? ദ ഇന്റർപേഴ്സണൽ ആസ്പെക്ട് ഓഫ് മാനേജിങ്, ബൈ വിച്ച് സബോർഡിനേറ്റ്സ് ആർ ലെഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോൺട്രിബ്യൂട്ട് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഈ ഒരു ഇന്റർപേഴ്സണൽ ആസ്പെക്റ്റ് ആണ്, ഈ മാനേജ്മെന്റിന്റെ ഇന്റർപേഴ്സണൽ ആസ്പെക്റ്റ് ആണ് ഇദ്ദേഹം പറയുന്നത്. ദ ഹൈലൈറ്റ് ഡയറക്റ്റിംഗ് ആസ് എ മാനേജീരിയൽ ഫംഗ്ഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് സൂപ്പർവിഷൻ ടു ഗൈഡ് എംപ്ലോയീസ്. അടുത്ത ആളുടെ ഡെഫിനേഷൻ നോക്കാം. ഏണസ്റ്റ് ഡെയിലാണ്. ദ ഫംഗ്ഷൻ ഓഫ് ഗൈഡിംഗ് ആൻഡ് ഓവർസീയിങ് സബോർഡിനേറ്റ്സ് ടു അച്ചീവ് organizational goals through proper instruction, motivation and leadership. Dale focuses on practical execution of plans by influencing and supervising employees. എന്താണ് ഡയറക്ഷൻ്റെ നേച്ചർ? അത് ഡൈനാമിക് ഫങ്ഷൻ ആണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഇനീഷ്യേറ്റ് ആക്ഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ആക്ഷൻസ് തുടങ്ങുന്നത്. ഒരു മാനേജ്മെന്റ് ഫങ്ഷൻസിന്റെ ആക്ഷൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്? ഡയറക്ഷൻ എന്നാണ്. ഓക്കെ. ലിങ്ക്സ് വേരിയസ് മാനേജീരിയൽ ഫങ്ഷൻ. മറ്റ് പല മാനേജീരിയൽ ഫങ്ഷന് ലിങ്കിങ് പോയിന്റ് ആയിട്ട് ഡയറക്ഷനാണ് വർക്ക് ചെയ്യുന്നത്. ഒരു യൂണിവേഴ്സൽ ഫങ്ഷൻ ആണ്. കൺസേൺഡ് വിത്ത് ഹ്യൂമൻ ഫാക്ടർ. ഹ്യൂമൻ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്ഷനിൽ. നമ്മൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രങ്ങളോട് നമ്മൾ ഡയറക്റ്റ് ചെയ്യില്ലല്ലോ, മനുഷ്യരോടാണ് ഡയറക്റ്റ് ചെയ്യുക.
കണ്ടിന്യൂസ് പ്രോസസ്സ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഏതെങ്കിലും ഒരു ആജ്ഞ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കമാൻഡ് കൊടുത്ത് അതേപോലെ തന്നെ വർക്ക് ചെയ്ത് നമുക്കറിയാം ഹ്യൂമൻസ് ആണ്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ അത് ഇവോൾവിംഗ് ആയിട്ട് വരും ചെയ്യും. പെർഫോംഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, എല്ലാ ലെവലിലും ഡയറക്ഷൻ എന്നുള്ളത് പെർഫോം ചെയ്യപ്പെടണം. ഓക്കെ, എന്താണ് ഇമ്പോർട്ടൻസ്? ഡയറക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കൺവേർട്ട് പ്ലാൻസ് ഇൻ ടു പെർഫോമൻസ്, അത് ഇനിഷ്യേറ്റ് ആക്ഷനിൽ വരുന്നതാണ്. പിന്നെ ഗെറ്റ്സ് വർക്ക് സ്റ്റാർട്ടഡ് ബൈ ഇഷ്യൂയിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഗൈഡൻസ്, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും കൊടുത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഡയറക്ഷന്റെ ആദ്യത്തെ പ്രാധാന്യം. രണ്ടാമത്തെ, ഇന്റഗ്രേറ്റ്സ് എംപ്ലോയീസ് എഫേർട്ട്, എൻഷുർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് വർക്ക് ഹാർമോണിയസ്ലി. ഇത് ഡയറക്റ്റിംഗ് എൻഷുർ ചെയ്യുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും വ്യക്തികളും ഹാർമോണിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഏതൊരു ആക്ഷനും ഓർഗനൈസേഷണൽ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യിക്കുന്നു. ഓക്കെ, അതിനുശേഷം മീൻസ് ഓഫ് മോട്ടിവേഷൻ, മോട്ടിവേഷൻ്റെ ഒരു മീൻസ് ആയിട്ട് ഡയറക്ഷൻ വർക്ക് ചെയ്യുന്നു. എൻകറേജിങ് എംപ്ലോയീസ് ത്രൂ ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ മൊറേൽ ബൂസ്റ്റ് ചെയ്യുന്നു, അതുപോലെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. അടുത്തത്, പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ്, മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ, വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ ഉണ്ടാക്കുന്നത് എന്താണ്? ഡയറക്ഷൻ ആണ്. ക്രിയേറ്റ്സ് എ സ്ട്രക്ചേർഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നു. ഫെസിലിറ്റേറ്റ്സ് ചേഞ്ച്, ഹെൽപ്സ് ഇൻ അഡാപ്റ്റിംഗ് ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ചേഞ്ചസ്, എല്ലാ ചേഞ്ചസിനും എന്ത് ചെയ്യുന്നു? അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റിംഗ് സഹായിക്കുന്നു. ഗൈഡ്സ് എംപ്ലോയീസ് ത്രൂ ട്രാൻസിഷൻ സ്മൂത്ത്ലി, ഒരു ട്രാൻസിഷൻ സമയത്ത് എങ്ങനെ സ്മൂത്ത് ആയിട്ട് അതിന് മാനേജ് ചെയ്യണം എന്നുള്ളത് ഡയറക്ഷൻ ആണ് അത് റോൾ വഹിക്കുന്നത്. അവസാനത്തത്, ഡീൽസ് വിത്ത് human factors, understands human behavior and interpersonal relationship, builds effectively teams and resolves conflict റിസോൾവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് directing. Principle of harmony of objectives, aligning individual goals with the organizational goals create a shared sense of purpose. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതായത് ഇൻഡിവിജ്വൽസിന് അവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളും മോട്ടിവേഷനും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള മോട്ടിവേഷനും ഗോൾസും ഉണ്ടായിരിക്കും. ഇത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് ഒരു പർപ്പസായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഡയറക്റ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. അടുത്തത്, യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മൾ പറഞ്ഞ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഏതൊരു എംപ്ലോയി ആയാലും അയാൾക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ ഒരൊറ്റ സുപ്പീരിയറിൽ നിന്ന് മാത്രം കിട്ടുക എന്നുള്ളതാണ്. അടുത്തത്, പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ് എൻഷുവേഴ്സ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ദ എക്സിക്യൂഷൻ ഓഫ് ടാസ്ക്. പ്രിൻസിപ്പിൾ ഓഫ് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഹോത്തോൺ എക്സ്പെരിമെന്റ് മുതൽ നമ്മൾ എൽട്ടൺ മേയോ സ്റ്റാർട്ട് ചെയ്ത ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന ടേം നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരികയാണ്. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഹോത്തോൺ മേയോനെ കുറിച്ചും കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അടുത്തത്, പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ്. അഗെയിൻ ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കംപ്ലീറ്റ് 2 ക്ലാസ് ലീഡർഷിപ്പ് സ്റ്റൈൽസിനും ലീഡർഷിപ്പ് ട്രേഡ്സിനും വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റിങ്ങിൽ അത് മുഴുവൻ ഉൾക്കൊള്ളിച്ച് വീഡിയോ വലുതാക്കാൻ നമുക്ക് പറ്റില്ല. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇന്റർമിംഗിൾ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പല സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് പഠിച്ച കാര്യങ്ങൾ ഡയറക്റ്റിങ്ങിലെ ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഫോളോ ത്രൂ, regular monitoring and feedback ensures that instructions are carried out effectively and improvements are made where needed. ഒരു ഫോളോ അപ്പ് എല്ലായിടത്തും വേണം, മോണിറ്റർ ചെയ്യണം. അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് സൂപ്പർവിഷൻ,
Personal guidance and supervision increase trust and understanding between managers and employees. ഈ സൂപ്പർവിഷൻ എന്നുള്ള ഒരു പുതിയൊരു ഐഡിയ അത് പൊതുവെ നമ്മൾ എടുത്തിരിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനിലും പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റിൽ ഇതുവരെയുള്ള ഭാഗങ്ങളിലും സൂപ്പർവിഷനെ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഡയറക്ഷനിൽ നമ്മൾ സൂപ്പർവിഷനെ കുറിച്ച് കുറച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് വഴിയെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. Principle of motivation, using financial and non-financial incentive to encourage and improve employees' performance. Motivation directing വളരെ പ്രധാനപ്പെട്ടതാണ്. Element of directing: സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അല്ലേ, നമ്മൾ മോട്ടിവേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. മറ്റേ അബ്രഹാം മാസ്ലോന്റെ തിയറി എക്സ്, തിയറി വൈ, ഹെർസബർഗിന്റെ തിയറി, 2 factor തിയറി, അങ്ങനെ എന്തൊക്കെ മോട്ടിവേഷൻ തിയറികളുണ്ടോ അത് മുഴുവൻ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ മോട്ടിവേഷൻ ഉള്ളത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും ഇതിൽ ഇലാബറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഡയറക്റ്റിങ്ങിൽ. അതേപോലെ തന്നെ ലീഡർഷിപ്പിലും നമ്മൾ എല്ലാ തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസും കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷനെ കുറിച്ചും നമ്മൾ ഒരു മൊഡ്യൂള് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിങ്ങിലെ സൂപ്പർവിഷൻ ആണ് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് നോക്കാത്ത ഒരു ഭാഗം. അത് നമുക്ക് ശ്രദ്ധിക്കാം. സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലെവൽ സൂപ്പർവിഷനിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് ആണ്, വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജോബാണ് അത്, ഫസ്റ്റ് ലെവൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. എന്ത് കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു നോർമൽ വർക്കർ ആവാതിരിക്കുകയും എന്നാൽ ഈ എല്ലാ മാനേജ്മെന്റിന്റെ ഏറ്റവും താഴത്തെ ഒരു പൊസിഷനിൽ ഇരിക്കും. ആക്ച്വലി നിങ്ങൾ മാനേജ്മെന്റിന്റെ റിയൽ ആയിട്ടുള്ള ഒരു മുഖം വർക്കേഴ്സ് കാണുന്നത് ഡയറക്റ്റ് സൂപ്പർവൈസേഴ്സിലൂടെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു ചലഞ്ച് വളരെ പ്രധാനപ്പെട്ടതാണ് മാനേജ്മെന്റിൽ. നമുക്ക് ഏറ്റവും താഴേക്കുള്ള ഒരു സൂപ്പർവൈസർ ആയിരിക്കും ആരെ ഹാൻഡിൽ ചെയ്യുക, ഈ വർക്കേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക അല്ലേ. അപ്പൊ ആ സൂപ്പർവൈസറാണ് വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റിന്റെ മുഖം. ഓക്കെ, അതേപോലെ തന്നെ തിരിച്ചും ഇപ്പൊ മാനേജ്മെന്റ് മാനേജ്മെന്റിലെ എല്ലാ ലെവലിലുള്ള ആൾക്കാരും വർക്കേഴ്സിന് അക്കൗണ്ടബിൾ ആക്കുക ആരെയാണ്? ഏറ്റവും താഴെയുള്ള ഒരു മാനേജരെയാണ് അക്കൗണ്ടബിൾ ആക്കുക. അപ്പൊ ഒരു ഡബിൾ എഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സ്വാഡ്, അത് ഇരുതല മൂർച്ചയുള്ള ഒരു പ്രത്യേക ഒരു പൊസിഷനാണ് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റ് എല്ലാ സ്ഥലങ്ങളിലും സൂപ്പർവിഷൻ ഉണ്ട്. ആ സൂപ്പർവിഷനെ കുറിച്ചും കൂടി ഞാൻ പറയാം. അതായത് ഇപ്പൊ അതേ ഫസ്റ്റ് ലെവൽ മാനേജേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് അതിന് തൊട്ട് മുകളിലുള്ള സൂപ്പർവൈസേഴ്സ് ആണ്. അതും ഒരു സൂപ്പർവിഷൻ ആണ്. എങ്കിലും ആ സൂപ്പർവിഷനിലുള്ള ഏറ്റവും നമ്മൾ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ആരെയാണ്? ഫസ്റ്റ് ലെവൽ മാനേജേഴ്സിനെയാണ്. അതിന്റെ ഒരു പെക്യുലാരിറ്റി മാത്രം ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ നമുക്ക് സൂപ്പർവിഷനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. വർക്കേഴ്സ് വിൽ ബി കെയർലെസ് ആൻഡ് വേസ്റ്റ് ദെയർ ടൈം വൈൽ അറ്റ് വർക്ക് അൺലെസ് സംബഡി ഓവർസീസ് ദെയർ ആക്ടിവിറ്റീസ്. അത് ശരിയാണല്ലോ. ആരെങ്കിലും ഒരാൾ മോണിറ്റർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്റൻഷണൽ ആയിട്ടല്ല, ചിലപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ വർക്കിൽ നിന്ന് നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഒരാൾ കൃത്യമായിട്ട് ഓവർസീ ചെയ്യണം. അത് നമ്മുടെ പിന്നിൽ നിന്ന് ഡയറക്റ്റ് എന്താ പറയുക നോക്കി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കല്ല ചെയ്യുക. പല മെത്തേഡുകളുണ്ട്. നമുക്ക് മോണിറ്റർ ചെയ്യാം, നമ്മൾ ചെയ്ത വർക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഇപ്പൊ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ചെയ്ത വർക്കുകളുടെ സിസ്റ്റത്തിലെ ഡോക്യുമെന്റുകളാണ്, അപ്പൊ അത് നോക്കാം. ആ രീതിയിലൊക്കെ സൂപ്പർവൈസ് ചെയ്യാം. ദിസ് ഹെൽപ്പ് ടു കൺട്രോൾ ആൻഡ് ചാനലൈസ് ദെയർ ആക്ടിവിറ്റീസ് ടു അച്ചീവ് ദ ഡിസൈഡ് ഒബ്ജക്റ്റീവ്സ്. ടു കൺട്രോൾ direction and channelization of employees effort is termed supervision. അതായത് കൺട്രോൾ ചെയ്യാനും ഡയറക്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ എഫേർട്സ് ചാനലൈസേഷൻ ചെയ്യുന്നതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു പറയും? സൂപ്പർവിഷൻ എന്ന് പറയും. ഓക്കെ, സൂപ്പർവിഷൻ റെഫേഴ്സ് ടു എ ഡയറക്റ്റ് ആൻഡ് ദ ഇമ്മീഡിയറ്റ് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഓഫ് സബോർഡിനേറ്റ്സ് ഇൻ പെർഫോമൻസ് ഓഫ് ദെയർ ടാസ്ക് അല്ലെ. അതായത് അതിന് എന്താ പറയുക, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ്, അവരുടെ ടാസ്ക് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർവിഷൻ എന്ന് പൊതുവെ പറയുന്നത്. ഇനി എന്താണ് ഇമ്പോർട്ടൻസ് സൂപ്പർവൈസിങ്ങിന്റെ അല്ലെങ്കിൽ സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സൂപ്പർവിഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡയറക്ഷൻ ഫംഗ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്. ഇറ്റ് ഇനിഷ്യേറ്റ് ആക്ഷൻ. The supervisor occupies an intermediate position between management to the operative employees.
acting as a connected link between management and workers. Supervisors bridge the gap between management expectations and workers requirement. കണ്ടോ ഇത് അത് ഒരു വളരെ പ്രിക്കാരിയസ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. മാനേജ്മെന്റിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും വർക്കേഴ്സിന് എന്ത് ചെയ്യണം എന്നൊക്കെ, അതുപോലെ എന്താണ് വർക്കേഴ്സിന്റെ ഔട്ട്പുട്ട് വേണ്ടത്, എന്താണ് അവരുടെ ക്വാളിറ്റി വേണ്ടത്, എന്താണ് അവരുടെ എഫിഷ്യൻസി വേണ്ടത്, ഇതൊക്കെ മാനേജ്മെന്റിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. മിക്കവാറും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വർക്കേഴ്സിന്റെ റിക്വയർമെന്റ്സ്. അതിനുള്ള ഫെസിലിറ്റീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ഞങ്ങൾക്ക് ഫ്രീ ടൈം വേണ്ടേ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സൂപ്പർവൈസർ ആണ് ഇതിന്റെ മിഡിലിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിന്റെ എക്സ്പെക്ടേഷനും അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ റിക്വയർമെന്റ്സും തമ്മിൽ ഒരു ബ്രിഡ്ജ് ചെയ്യുന്ന ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് സൂപ്പർവൈസർ പൊസിഷൻ. ഓക്കെ, നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇനിഷ്യേറ്റ്സ് ആക്ഷൻ. Supervisors ensures that employees begin tasks promptly and it aligns with the organizational plans. കറക്റ്റ് ആയിട്ട് ജോബ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. Monitors performance and ensures work is progressing as expected, enabling timely corrections. കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, വർക്ക് പ്രോപ്പറായിട്ട് പ്രോഗ്രസ് ചെയ്യേണ്ടോ നോക്കുക. അതുപോലെ ടൈംലി കറക്ഷൻസ്. എന്തെങ്കിലും ഒരു ജോലി തെറ്റായിട്ട് ചെയ്ത് അവസാനം നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പൊ റിയൽ ടൈമിൽ കറക്ഷൻ ചെയ്യണം, അതിനാണ് സൂപ്പർവൈസർ വേണ്ടത്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു അളവ് കൊടുത്തിട്ട് നമുക്ക് ഡ്രസ്സ് അടിക്കാൻ തുടങ്ങി, അപ്പൊ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത വർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ സൂപ്പർവൈസർ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ 11 മണിക്കോ അല്ലെങ്കിൽ അതിന് മുമ്പോ തന്നെ വർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഷർമെന്റിലല്ല ഈ ഡ്രസ്സുകളൊക്കെ ടൈലർ ചെയ്യുന്നത് കണ്ടെത്തി നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് പിറ്റേ ദിവസമാണ് നോക്കുന്നതെങ്കിലോ, അപ്പോൾ ഒരു ദിവസം മുഴുവൻ ചെയ്ത വർക്കുകൾ കംപ്ലീറ്റ് വേസ്റ്റ് ആയി മാറും. ഓക്കെ, waste of time, effort, materials by guiding employees efficiently. Self-explanatory ആണ്. Minimal waste of time, effort and materials by guiding employees efficiently. Ensures discipline in the organization. Maintain order and adherence to the policies through direct oversight. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. ഈ ഡിസിപ്ലിൻ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സൂപ്പർവൈസറാണ്. പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക്. offers regular input on performance, helping employees to improve and grow. ഓരോരുത്തരെയും വളരെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തി അവർക്ക് അവരുടെ കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു സൂപ്പർവൈസറുടെ ചുമതലയാണ്. Improves quality of communication. Acts as a communication bridge between workers and management, ensuring clarity and reducing misunderstanding. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ലെറ്ററുകൾ, അതുപോലെ തന്നെ എല്ലാവർക്കും ഗ്ലോബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് സെൻഡ് ചെയ്യും. അപ്പൊ അത് പല ആൾക്കാരും എന്താ പറയാ, ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും, അവർക്ക് എതിരാണെന്നുള്ള രീതിയിലുള്ള മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ പരമാവധി നോക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ അത് വളരെ പെരുപ്പിച്ച് വല്ലാത്തൊരു വിഷയമാക്കി മാറ്റും. അപ്പൊ ആ സമയത്ത് സൂപ്പർവൈസറുടെ റോളാണ് എന്താണ് മാനേജ്മെന്റ് പോളിസി, എന്താണ് ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അവരെ കറക്റ്റ് ചെയ്യാനും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാനും ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ജോബാണ് സൂപ്പർവൈസർക്കുള്ളത്. Improves motivation. Personal guidance and recognition from സൂപ്പർവൈസർ ബൂസ്റ്റ് എംപ്ലോയി മൊറൽ ആൻഡ് ഡ്രൈവ്. ഈ വലിയ വലിയ കമ്പനിയിലും കോർപ്പറേറ്റ് കമ്പനീസിലും അല്ലെങ്കിൽ പൊതുവെ മാനേജ്മെന്റിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, എംപ്ലോയീസ് ആർ നോട്ട് ലീവിങ് ദ കമ്പനി, എംപ്ലോയീസ് ആർ ലീവിങ് ദ മാനേജർ. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ നിർത്തി പോരുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ ആ കമ്പനി നിർത്തി പോരല്ല ചെയ്യുന്നത്. നമ്മൾ നിർത്തി പോരുന്നത് നമ്മളെ മാനേജ് ചെയ്യുന്ന ആളെ നിർത്തി നമുക്ക് വയ്ക്കാം, ഇങ്ങനത്തെ ഈ ഒരു ആളുമായിട്ട് എന്താ പറയുക ജോലി ചെയ്യാൻ എന്നുള്ള രീതി നമ്മളത് ആ മാനേജറിനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത് എന്ന് പലപ്പോഴും ഒരു ടോക്ക് നമ്മൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കേൾക്കാറുണ്ട് റിയൽ ലൈഫിൽ. അതെന്താ കാരണം, ഒരു സൂപ്പർവൈസർ ഓക്കെ ആണെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എന്താ പറയുക ഹാഫ് അല്ല ഒരു 70% 80% പ്രശ്നങ്ങളും തീർന്നു.
എന്നാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സൂപ്പർവൈസർ ഒക്കെ അല്ല അവരുടെ ചില നമുക്ക് തന്നെ പറയാൻ പറ്റും ഡാർക്ക് ട്രയാഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പേഴ്സണാലിറ്റീസ് ഉണ്ട്. നാർസിസ്റ്റ് ആയിട്ടുള്ള, സൈക്കോപാത്ത് ആയിട്ടുള്ള, മക്കിയവെലിനിസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസറാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അതാണ് ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റീസ് എന്ന് പറയാം. അതായത് നാർസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഏറ്റവും ശരി, ഇത് എന്നേക്കാൾ ശരിയായിട്ടുള്ള വേറെ ആരുമില്ല. സൈക്കോപാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ പ്രശ്നത്തിന് യാതൊരു വികാരവും ഇല്ലാതിരിക്കുക. അതായത് നിനക്ക് ഒരു ജോലി പോകുമെന്ന് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാം. പണ്ടത്തെ സിനിമകളിലൊക്കെ റിസഭാവനൊക്കെ കണ്ടിട്ടുണ്ടോ? അതായത് എന്താ പറയാ, ചില സിനിമകളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഓർമ്മ മറ്റേ ഒരു അമ്മച്ചീനൊക്കെ വിളിച്ചിട്ട് ഈ സിഗരറ്റ് ഒക്കെ കത്തിച്ചിട്ട് നടക്കും. മറ്റൊരാൾ ഭയങ്കര ഭയവിഹ്വലതയോടുകൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ലാതെ ചിരിച്ചിട്ട് നിൽക്കുന്ന, അത് തന്നെയാണ് സൈക്കോപാത്തുകൾ എന്ന് പറയാം. അത്തരത്തിലുള്ള ഏതൊരു സിനിമ ഇപ്പൊ മറ്റേ എനിക്ക് ഓർമ്മ വരുന്നില്ല സിനിമയുടെ പേര്. അത്തരത്തിലുള്ള സൈക്കോപാത്തുകൾ. അതേപോലെ തന്നെ മക്കിയവെലിനിസ്റ്റുകൾ. മക്കിയവെലിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കി എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ മീൻസ് അല്ല എൻസ് കിട്ടിയാൽ നമുക്ക് എന്താണ് ലക്ഷ്യം, അതിന് എന്ത് ചീത്ത രീതിയും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എത്ര തീരെ മോശമായിട്ടുള്ള പാത്ത് എടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ എങ്ങനെ ഉണ്ടാവും ഈ 3 ടൈപ്പ് ക്യാരക്ടറും ഒരാളുടെ ഉള്ളില് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഏറിയും കുറഞ്ഞൊക്കെയുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസറിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സൂപ്പർവൈസർ വർക്കർ റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ ഒരു റിലേഷൻ നല്ല റിലേഷൻ ആവണമെങ്കിൽ എന്ത് വേണം? മാനേജർ നല്ല അത്തരത്തിലൊരു മോട്ടിവേറ്റിംഗ് ഒരു ഫാക്ടർ അയാൾക്ക് ഉണ്ടാവണം, ഒരു മൊറേല് കൊടുക്കാൻ പറ്റണം. ഓക്കെ, പേഴ്സണൽ ഗൈഡൻസ് ആൻഡ് റെക്കഗ്നിഷൻ ഫ്രം സൂപ്പർവൈസർ ബൂസ്റ്റ് എംപ്ലോയി മൊറേൽ ആൻഡ് ഡ്രൈവ്. അപ്പൊ അയാളെ റെക്കഗ്നൈസ് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം വേണം. അതുപോലെ തന്നെ എംപ്ലോയറെ ഗൈഡൻസ്, നല്ല രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ എംപ്ലോയീസിന്റെ മൊറേൽസും ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഓഫ് സൂപ്പർവൈസർ. നമ്മൾ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. ഇനി എന്താണ് സൂപ്പർവൈസറുടെ ഫങ്ഷൻസ്? പ്ലാനിങ് ഓർ സ്കെഡ്യൂളിംഗ് ഡെയിലി വർക്ക്, ഓർഗനൈസിങ് ഡെയിലി ടാസ്ക് ആൻഡ് വർക്ക് ഫ്ലോസ് ഫോർ എഫിഷ്യന്റ് എക്സിക്യൂഷൻ. ഓരോ ദിവസം കറക്റ്റായിട്ട് ഒരു ഗെയിം പ്ലാൻ തയ്യാറാക്കുക. കൃത്യമായിട്ട് ഒരു ദിവസം എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ, സ്കെഡ്യൂളിങ്, പ്ലാനിങ് എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരിക്കണം. Issuing orders and instructions, giving clear, actionable directions to ensure tasks are carried out properly. അതായത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുള്ള എന്താ പറയാ ഇൻസ്ട്രക്ഷൻ, ആക്ഷനബിൾ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയണ്ട, എനിക്ക് ഇത്രയും സെയിൽ വേണം എന്നുള്ളത് ഒരു ആക്ഷനബിൾ എന്താ പറയാ ഒരു ഡയറക്ഷൻ അല്ലല്ലേ. അത് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനും അല്ല, നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഡിറക്ഷനാണ്. ആ രീതിയിലല്ല, കൃത്യമായിട്ട് ഇന്ന രീതിയിൽ നിങ്ങൾ ഓക്കെ ഈ സ്ഥലത്ത് നിങ്ങൾ വർക്ക് ചെയ്യണം, ഇത്രയും ആൾക്കാരെ ക്യാൻവാസ് ചെയ്യണം, ഇത്രയും ആൾക്കാരിൽ നിന്ന് ഇത്ര നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കണം. ആ രീതിയിൽ കൃത്യമായിട്ട് ആക്ഷനബിൾ ആയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുക. അടുത്തത് പ്രൊവൈഡിങ് ഗൈഡൻസ് ആൻഡ് ലീഡർഷിപ്പ്, സപ്പോർട്ടിങ് എംപ്ലോയീസ് ത്രൂ അഡ്വൈസ്, കോച്ചിങ് ആൻഡ് ലീഡിങ് ബൈ എക്സാമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഡാർക്ക് ട്രയാങ്കിൾ പേഴ്സണാലിറ്റിയുടെ നേരെ വിപരീതമായിട്ട് നല്ല ഗൈഡൻസ് കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കുക. സപ്പോർട്ടിങ് എംപ്ലോയീസ് ത്രൂ അഡ്വൈസ്, കോച്ചിങ്, ലീഡിങ് ബൈ എക്സാമ്പിൾ. കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കോച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, മെന്ററായിട്ട് ഏതെങ്കിലും ഒരു കാര്യം, അപ്പോൾ എന്തെങ്കിലും വർക്ക് ആക്ച്വലി എക്സിക്യൂട്ടീവ് ചെയ്യുന്ന മീൻസ് ഫിസിക്കൽ വർക്ക് ആണെങ്കിൽ അപ്പോൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതിനൊക്കെ അയാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും എന്താ പറയുക ഗൈഡ് ചെയ്യാനാണെങ്കിൽ റോൾ പ്ലേകൾ നടത്താം. ഇപ്പോൾ റോൾ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കൊരു കസ്റ്റമറെ ഒരു സെയിൽസ് ഏജന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സെയിൽസ് ഏജന്റ് കസ്റ്റമറായിട്ടും മാനേജർ സെയിൽസ് എംപ്ലോയി ആയിട്ടും സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ പറയാൻ ഇടയുള്ള തടസ്സവാദങ്ങൾ മുഴുവൻ അദ്ദേഹം സംസാരിക്കുകയും, അപ്പോൾ അതിന് ഒക്കെ ഐഡിയലായിട്ട് എന്ത് റിപ്ലൈ നൽകണമെന്ന് ഈ മാനേജർ ഈ റോൾ പ്ലേയിൽ സംസാരിക്കും. അങ്ങനെ ആ റോൾസ് തിരിച്ചു മറിച്ചു കേട്ടിട്ട് റോൾ പ്ലേയേഴ്സ് പോലുള്ള പല കോച്ചിങ് മെത്തേഡുകൾ ഉപയോഗിച്ച് എന്താ പറയുക ആൾക്കാരെ കോച്ച് ചെയ്യാൻ പറ്റണം.
അതേപോലെ തന്നെ മോട്ടിവേറ്റിംഗ് വർക്കേഴ്സ്, ഇൻസ്പയറിംഗ് എംപ്ലോയീസ് ത്രൂ റെക്കഗ്നിഷൻ, എൻകറേജ്മെന്റ് ആൻഡ് സപ്പോർട്ട്. നമുക്ക് റെക്കഗ്നിഷൻ ഉണ്ടാവണം അല്ലേ? നമ്മൾ ചെയ്ത വർക്ക്, ഒരുപാട് വർക്ക് ചെയ്തു, ആരും നോട്ടീസ് ചെയ്തില്ല. നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ സാധാരണ ഒരു സെയിൽസ് നടത്തുന്ന സ്ഥലത്ത് വല്ല 10-15 സെയിലാണ് എല്ലാ ദിവസവും നടക്കുക. അന്നത്തെ ദിവസം താങ്കൾ ഒരു 25 സെയിൽ നടത്തി, ആരും ഒന്നും മിണ്ടില്ല. സാധാരണ ഒരു നോർമൽ ഡേ പോലെ എല്ലാവരും ജോലി അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞാൽ താങ്കൾക്ക് എന്ത് ഡീമോട്ടിവേഷൻ ഫീൽ ചെയ്യും? അപ്പൊ അത് റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, ഇയാൾ 25 സെയിൽ നടത്തി, വളരെ എന്താ പറയാ, വളരെ മനോഹരമായിട്ട് അയാൾ ജോബ് ചെയ്തു. അപ്പൊ അയാളെ റെക്കഗ്നൈസ് ചെയ്യുക, മീൻസ് അപ്ലോസ് ചെയ്യുക എല്ലാവരും കൂടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കീപ്പിംഗ് റെക്കോർഡ്സ്, കൺട്രോളിംഗ് ആണ് അടുത്ത്. മോണിറ്ററിംഗ് പെർഫോമൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി. എപ്പോഴും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അവരെ, അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുടെയും എഫിഷ്യൻസി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നോക്കാം. ആറാമത്തത് മെയിൻറ്റെയിനിങ് ആക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് വർക്ക്, അറ്റൻഡൻസ് ആൻഡ് പെർഫോമൻസ്. ഈ റെക്കോർഡ്സിന്റെ മെയിൻ്റനൻസ് ഈ സൂപ്പർവൈസറുടെ ഫംഗ്ഷനാണ്. Liaison between management and workers, communicating expectations, feedback and concerns between both the levels. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഈ രീതിയിൽ മാനേജ്മെന്റിന്റെ എക്സ്പെക്ടേഷനും വർക്കേഴ്സിന്റെ റിക്വയർമെന്റ്സും തമ്മിൽ അതിനൊരു മിഡിൽ പാത്തായിട്ട് വർക്ക് ചെയ്യേണ്ടത് സൂപ്പർവൈസറാണ്. എൻഫോഴ്സിംഗ് ഡിസിപ്ലിൻ എമംഗ്സ് വർക്കേഴ്സ്, എൻഷുറിംഗ് റൂൾസ് ആർ ഫോളോഡ് ആൻഡ് അഡ്രസ്സിംഗ് മിസ്കണ്ടക്റ്റഡ് വെൻ നെസസറി. അതായത് അതൊരു പവർ ആണ് ഇതുള്ളത്. മീൻസ് ഒരു എവിടെയായാലും ആ ഒരു ഡിസിപ്ലിൻ വർക്ക് സ്പേസിൽ കൃത്യമായിട്ട് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അതിൽ ഇടപെടേണ്ടതും ഡിസിപ്ലിൻ വരുത്തേണ്ടതും സൂപ്പർവൈസറാണ്. എൻഷുറിംഗ് സേഫ്റ്റി, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓവർസീയിങ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ടു പ്രൊട്ടക്ട് എംപ്ലോയീസ്. കൃത്യമായിട്ട് സേഫ്റ്റി നോക്കേണ്ടത് സൂപ്പർവൈസേഴ്സ് ആണ്. പ്രൊവൈഡിങ് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസ് എൻഷുവേഴ്സ് എ ക്ലീൻ, ഓർഗനൈസ്ഡ് ആൻഡ് efficient വർക്ക് എൻവയോൺമെന്റ്. റിപ്പോർട്ടിംഗ്, submitting updates, summarize on progress, issues and achievements to the higher management. ഹയർ മാനേജ്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതും ഇദ്ദേഹത്തിന്റെ ഇതാണ്. ഓക്കെ, അടുത്തത് മോട്ടിവേഷൻ ആണ്. ഞാൻ മോട്ടിവേഷനിൽ വലിയ ഒരു സ്ലൈഡ്സ് ഒന്നും ഞാനിത് ഇട്ടിട്ടില്ല, കാരണം നിങ്ങൾക്കറിയാം മോട്ടിവേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മളത് ഒരുപാട് ക്ലാസ്സുകളായിട്ട് എടുത്ത് നമ്മളത് കഴിച്ചിട്ടുള്ളതാണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോട്ടിവേഷൻ തിയറീസ്, അതായത് നമ്മൾ എന്താ പറയുക, മാസ്ലോന്റെ തിയറി, ഹെഴ്സ്ബർഗിന്റെ തിയറി, അതുപോലെ ഡഗ്ലസിന്റെ തിയറി, എക്സ് ആൻഡ് വൈ, ഇതൊക്കെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് ചെയ്യാത്തത്. വളരെ പ്രധാനപ്പെട്ട ഈ ഡയറക്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇതിൽ പറയുന്നു. പ്രോപ്പർ തിയറീസ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ പ്ലേലിസ്റ്റിലാണുള്ളത്, അത് നോക്കി പഠിക്കേണ്ടതാണ്. ഓക്കെ, motivation is the process of stimulating people to take action to achieve the desired goals. Directing നമ്മൾ ഡയറക്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, അത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടി ഡയറക്ഷന്റെ ഭാഗമാണ്, കൊടുക്കേണ്ടത് കൂടി ഡയറക്ഷന്റെ ഭാഗമാണ്. എന്താണത് ഡയറക്ഷൻ? ഇത്രയും വലിയ ഒരു ഡയറക്ഷനിലെ ഈ മോട്ടിവേഷൻ ഇത്രയും പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്റ്റിംഗ് ഇൻവോൾവ്സ് ഗൈഡിങ് ആൻഡ് ഇൻസ്പയറിംഗ് employees. Motivation transforms potential into performance. പൊട്ടൻഷ്യൽ ഉണ്ട്, അത് പെർഫോമൻസിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നത് എവിടെയാണ്? മോട്ടിവേഷനിലാണ്. ഇറ്റ് ബൂസ്റ്റ്സ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്രിയേറ്റ് പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ആവുന്നു. Motivation is the art of getting people to do what you want them to do because they want to do it. Motivation is the art of getting people to do what you want them to do because they want to do it. അതായത് നമുക്ക് താല്പര്യമുള്ള കാര്യം തന്നെയാണ്, എന്നാൽ അവർക്കും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന, രണ്ടും ഒരേ തരത്തിൽ നമുക്ക് ആവശ്യമുള്ളതും അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. എന്തിനാണ് മോട്ടിവേഷൻ എന്നുള്ളത്? മോട്ടിവേറ്റഡ് എംപ്ലോയീസ് വർക്ക് ഹാർഡർ ആൻഡ് സ്മാർട്ടർ. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്
ഹാർഡറായിട്ടും സ്മാർട്ടറായിട്ടും വർക്ക് ചെയ്യും. പ്രൊമോട്ട്സ് ഇന്നോവേഷൻ ആൻഡ് പ്രൊവാക്റ്റീവ് ബിഹേവിയർ. ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യും, പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവും. ലീഡ്സ് ടു ഹയർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ടീം സ്പിരിറ്റ് ഉണ്ടാവും, ഹയർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. കീപ്സ് എംപ്ലോയീസ് എൻഗേജ്ഡ് ആൻഡ് ലോയൽ. എൻഗേജ്ഡ് ആയിട്ട് എംപ്ലോയീസിനെ എൻഗേജ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും, ലോയൽ ആയിട്ട് ഇരിക്കും അവർ. ഹെൽപ്സ് അച്ചീവിങ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ്, മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. മോട്ടിവേഷൻ ഈസ് എ ഡൈനാമിക് ഫോഴ്സ് that influence behavior in the workplace. Its key characteristics include internal feeling, originates within the individual, needs, desires, aspiration. അതൊരു ഇന്റേണൽ ഫീലിംഗ് ആണ്, ഗോൾ ഓറിയന്റഡ്. അടുത്തത് directs behavior towards achieving specific objectives. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. Continuous process, it's ongoing. People constantly need motivation to perform consistently. പ്രോസസ് ആയിരിക്കണം. കുറച്ച് ആള് മോട്ടിവേഷൻ ഉണ്ട്, മോട്ടിവേഷൻ പോയി, പിന്നെ വീണ്ടും അതേപോലത്തെ ഒരു മോട്ടിവേഷൻ കൊടുത്തില്ലെങ്കിൽ ആള് ചിലപ്പോൾ അത് കൺസിസ്റ്റൻസി ഇല്ല. സൈക്കോളജിക്കൽ കൺസെപ്റ്റ് റിലേറ്റ്സ് ടു ഹ്യൂമൻ ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, പെർസെപ്ഷൻസ്. ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസസ് ബിഹേവിയർ, നമ്മുടെ ബിഹേവിയറിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഡ്രൈവ്സ് ഇൻഡിവിജ്വൽസ് ടു ആക്ട് ഇൻ എ സെർട്ടൻ വേ ടു ഫുൾഫിൽ നീഡ്സ്. ഒരു പ്രത്യേക രീതിയിൽ വർക്ക് ചെയ്യാനും പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യാനും ഇത് ഡ്രൈവ് ചെയ്യും. കോംപ്ലക്സ് ആൻഡ് ഇൻഡിവിജ്വലിസം, ഒരു എന്താ പറയാ, ഒരു ബുക്ക് എല്ലാ ആൾക്കാർക്കും വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് അല്ല. ഇത് വളരെ കോംപ്ലക്സ് ആണ്. മോട്ടിവേഷൻ ഫാക്ടർ വേറെ ആയിരിക്കും. പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ നോ വൺ സൈസ് ഓൾ. can be positive or negative. Motivation can be stem from rewards, fear of consequence. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ജോലിയിൽ പിരിച്ചുവിടും എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇതാണ്. അല്ലെങ്കിൽ താങ്കൾക്ക് പ്രൊമോഷൻ ലഭിക്കും എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, ഇത്രയുള്ളത്. നമുക്ക് ഇനി ലീഡർഷിപ്പ് നോക്കാം. ലീഡർഷിപ്പിൽ നിങ്ങൾക്കറിയാലേ, പല തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മൾ പഠിച്ചു, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഒരു സ്ലൈഡ് മാത്രമേ പൊളിച്ചിട്ടുള്ളൂ, കാരണം ഡയറക്റ്റ് ഈ ലീഡർഷിപ്പ് ഇതൊക്കെ പഠിച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഡയറക്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ലിങ്ക്. ലീഡർഷിപ്പ് തന്നെ പഠിക്കുന്നതും അതിനുശേഷം ഈ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഫംഗ്ഷനിലെ ഇതിന്റെ ബന്ധം എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഈ സ്ലൈഡ് ഉൾപ്പെടുത്തിയത്. ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഇൻ ഡയറക്റ്റിംഗ്, നമുക്ക് പല തരത്തിലുള്ള ഡയറക്റ്റിംഗ് സ്റ്റൈൽസ് ഉണ്ട്. ഓട്ടോക്രാറ്റിക് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് ഡിസിഷൻ എടുക്കുക, ഡിറക്റ്റീവ് അപ്രോച്ച്, തീരുമാനങ്ങൾ താഴേക്കിടയിലേക്ക് കൊടുക്കാതെ ഒരൊറ്റ പ്രധാനപ്പെട്ട വ്യക്തി തീരുമാനങ്ങൾ എടുക്കുകയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിനാണ് ഓട്ടോക്രാറ്റിക് എന്ന് പറയാം. ഡെമോക്രാറ്റിക് ആകുമ്പോഴോ പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്, കൊളാബറേറ്റീവ് എൻവയോൺമെന്റിലാണ്. അതുപോലെ തന്നെ സിറ്റുവേഷണൽ, അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റിംഗ് ബേസ്ഡ് കോണ്ടെക്സ്റ്റ് എംപ്ലോയീസ് നീഡ്സ്. സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറീസും നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതുപോലെ തന്നെ ലെസർ ഫെയർ, ഡെലിഗേറ്റീവ് അപ്രോച്ച്, മിനിമൽ ഇന്റർവെൻഷൻ കൊടുക്കുക. ജോലി ഇന്ന ജോലിയാണെന്ന് പറയാം, അത് എംപ്ലോയീസിന് കൊടുക്കുക, അത് അവർ ചെയ്തോളും, യാതൊരുവിധ ഇന്റർവെൻഷനും ഇല്ല. ഇനി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എംപ്ലോയീസ് തന്നെ തിരിച്ചു വന്ന് ഇത് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ മാത്രം ലീഡർ ഇടപെടുക. ഓക്കെ, അതിനാണ് ലെസർ ഫെയർ എന്ന് പറയുന്നത്. ഇത്രയല്ല ലീഡർഷിപ്പ്. നമുക്കറിയാം 2 ക്ലാസ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലെ പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് അത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ. അഗെയിൻ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സിലബസിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേറെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്, ക്ലിയർ മെസ്സേജിങ്, ആക്റ്റീവ് ലിസണിങ്, ഫോർമൽ ചാനൽസ്, നോൺ വെർബൽ ക്ലൂസ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചതാണ്. അത് അതിൻ്റെ കൂടെ ഉള്ളത് ഈ ഡയറക്റ്റിങ്ങിൽ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ ലിങ്ക് ഇവിടെ. കമ്മ്യൂണിക്കേഷൻ
എന്തിനാണ് ഡയറക്റ്റിംഗിൽ എന്ന് വെച്ചാൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡയറക്റ്റിംഗിലെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ സൂപ്പർവിഷൻ, അതുപോലെ തന്നെ മോട്ടിവേഷൻ, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഡയറക്റ്റിംഗ്. ഈ പാർട്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കുകയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.